ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സാധനം. എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിൽ, അതായത് 2023 ജൂലൈയിൽ എൻ്റെ ഒരു കസ്റ്റമർ റഷ്യൻസ്. അപ്പോൾ അവർ യോഗ ടീച്ചറാണ്. അവൾ കുഞ്ഞിന് രണ്ടാമത് ഫസ്റ്റിൽ വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ എനിക്ക് നമ്മുടെ വേപ്പിൻ്റെ പൊടി വന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തിൻ്റെ വേപ്പിൻ്റെ പൊടിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുളിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിതുവരെ ചെയ്തില്ല ഈ വർക്ക്. കരിവേപ്പിലയുടെ പൊടിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കാൻ നേരത്തെ. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ 10 കിലോൻ്റെ മേലുള്ള വേപ്പ് ഞാൻ ഇന്നലെ ശേഖരിച്ചു. എന്നിട്ട് അതിൻ്റെ തണ്ടത്ത് മാറ്റി ഒരു വെറും അതിന് ഇല മാത്രം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ 6 കിലോ 150 ഗ്രാം കിട്ടി. അപ്പോൾ അത് ഞാൻ ഈ മെഷീനിലേക്ക് കയറ്റാണ്. ഇത് നമ്മുടെ ഡെൻമാർക്കിൻ്റെ ഡീഹൈഡ്രേറ്റിംഗ് മെഷീനാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇത് വെക്കുന്നത്. ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. കഴിഞ്ഞ കരിവേപ്പിലയുടെ നല്ല ഉഗ്രായിട്ടുള്ള ഒരു പൊടി എനിക്ക് ഉണ്ടാക്കാൻ ഞാൻ, കാരണം ഈ മെഷീൻ ആ രീതിയിലാണ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് കരിവേപ്പിലയുടെ പൊടി എന്ന് പറഞ്ഞാൽ അത് ബ്രസീലിലേക്കും ഫ്രാൻസിലേക്കും പോയി. അപ്പോൾ വേപ്പിൻ്റെ പൊടി തന്നെ റഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ വേപ്പിൻ്റെ ഇലയാണ് നമുക്ക് മെഷീനിലേക്ക് വെക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പ്രശ്നമുണ്ടല്ലോ. അപ്പം ടെമ്പറേച്ചർ എന്തായാലും 59 ഡിഗ്രി. 59 ഡിഗ്രി അതൊക്കെ ഏകദേശം ഉള്ള 60 നമ്മൾ വെച്ചത്. 59, 60 ഇങ്ങനെ ഇപ്പം ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഹീറ്റർ ഓണാണ്. പവർ ഇതിൻ്റെ ഡിജിറ്റ് നോക്കിയോ 59 ഡിഗ്രിയാണ്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്ന് കാണിച്ചത്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല, പക്ഷേ ഞാനത് എടുത്തതാണ്. എന്താണെന്ന് സ്ഥിതി ഇത് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടില്ലേ, ആ പച്ച കളറ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഇന്നലെ വലിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല. ഇതുണ്ടല്ലേ, അപ്പോൾ വേപ്പിൻ്റെ ഭയങ്കര സ്മെല്ലുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിങ്ങനെ ആവിയായിട്ട് വരുന്ന സമയത്ത് കുറച്ചെല്ലാം നിറങ്ങിയാൽ നന്നായിട്ട് തന്നെ കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇതിനകത്ത്. അതിങ്ങനെ ആവും. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് നോക്കാം. അത് ഇതൊക്കെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ട്രയലും കണ്ടില്ല, ഇതാണ് സ്ഥിതി. ഞാനിത് വേപ്പിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. കറിവേപ്പിൻ്റെ പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ വേപ്പിൻ്റെ പൊടി ആദ്യമാണ്. അത് ഈ നമ്മുടെ കസ്റ്റമർ, അങ്ങനെയുള്ള ഒരു കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തത്. കാരണം അങ്ങനെയാണ്, അവർ റഷ്യക്കാരിച്ചാണ്. അപ്പോൾ റഷ്യക്കാരി എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുന്നതാണ്. കാരണം അങ്ങനെ ജൂലൈയിൽ ഇവിടെ വന്ന ആളാണ്. ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മളൊക്കെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വാങ്ങുന്നതാണ്. ഇതാണ് സാധനങ്ങളൊക്കെ. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വേപ്പ്. അപ്പോൾ 7 ട്രയൽ ഇങ്ങനെയാണല്ലോ ചെയ്തത്. 7 ട്രയൽ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കാം ഇതിൻ്റെ സ്ഥിതി തന്നെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം വേപ്പിൻ്റെ പൊടി ആര്യവേപ്പിൻ്റെ പൊടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നേരെ അങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുത്തു. ഞാൻ പൊടിച്ചു. അങ്ങനെ പൊടിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ 10 കിലോ 165 ഗ്രാമാണ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റൊമൊക്കെ നോക്കി ഒരു കറിവേപ്പിൻ്റെ ഈ വേപ്പിൻ്റെ ഇലകളൊക്കെ മാറ്റി വെച്ച് അതിപ്പം ഉണക്കിയെടുത്ത് പൊടിച്ചപ്പോൾ കിട്ടിയതെന്നുണ്ടെങ്കിൽ 1 കിലോ 980 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത്. 955 എക്സാക്റ്റ് വെയിറ്റ്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ മത്സ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കുന്നിരിക്കുന്നത് പച്ചയായിട്ടുള്ള വേപ്പിൻ്റെ ഇലയിട്ട് വെള്ളപ്പൊടി പിടിച്ച്
പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇനി ഇത് പാക്ക് ചെയ്യാൻ പോട്ടെ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് മറന്നു പോകരുത്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വേപ്പിൻ്റെ പൊടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാമെന്നത്. പാക്ക് ചെയ്തിട്ട് 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളാണിത്. ഇതങ്ങനെ ഡെലിവറി ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഒന്നാം തരം പൊടിയായത് കണ്ടില്ലേ. പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളറുണ്ട്, ഈ പച്ചപ്പ് പോയിട്ടില്ല. നമ്മൾ വെയിലിട്ട് അല്ലെങ്കിൽ ചൂട് കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇടാ പോയി പോകും. അപ്പോൾ നമ്മളിത് ഹൈഡ്രേറ്റ് മെഷീനിൽ വെച്ചു. നന്നായിട്ട് അതിൽ ജലാംശം ബാഷ്പീകരിച്ചു. അങ്ങനെ പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ഇത് അധ്വാനമുള്ളൊരു പണിയാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ നല്ലൊരു പൊടി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അതങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കണം. കസ്റ്റമേഴ്സ് ഇത് ഓൾമോസ്റ്റ് റഷ്യയിലേക്കാണ് പോകുന്നത്. അവർ വരുന്നതാണ്, ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ശരി, മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അച്ചൂസ്കാരി പ്രൊഡക്ഷൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാം. ഓക്കെ.